ഭരണകൂട മുൻവിധി അതിന് പിന്നിലുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടേ? അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ ഇവിടെ ഔന്നത്യം നമ്മൾ അതുകൂടെ സമ്മതിച്ചാലേ സാധിക്കുകയുള്ളൂ. സൊഹ്റാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കുറ്റാരോപിതനും ജയിലിൽ കഴിയേണ്ടി വന്ന ആളുമായ ആൾക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് അധികാര സ്ഥാനത്തിരിക്കാം. വലിയ കലാപ കേസുകളിൽ ഉൾപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാം. അത്രയ്ക്ക് മഹോന്നതമായൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു മുൻവിധി പ്രകാരം മാത്രം ഒരാൾക്ക് കാലാകാലം ജയിലിൽ കിടക്കേണ്ടി വരുന്നു, കർശനമായ ഉപാധികളോടെ മാത്രം ജാമ്യം കിട്ടുന്നു എന്നതൊക്കെ ഇപ്പറയുന്ന നീതിന്യായ വ്യവസ്ഥയുടെ ഔന്നത്യത്തെ താഴേക്ക് വലിക്കുന്ന കാര്യങ്ങളായി തന്നെ ശരിയായി വിലയിരുത്തപ്പെടേണ്ടതല്ലേ? ഇല്ലില്ല, അത് വസ്തുതകൾ പരിശോധിക്കാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. വാസ്തവത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ, അബ്ദുൽ നാസർ മദനിയുടെ പേരിൽ ഇന്നിപ്പോൾ കേരളത്തിൽ 26 കേസുകൾ നിലവിലുണ്ട്. ആംസ് ആക്ട് പ്രകാരമുള്ളത് തന്നെ അതിനകത്ത് 4 എണ്ണമുണ്ട്. 6 കേസ് സർക്കാരുകൾ പിൻവലിച്ചു. അതെന്തുകൊണ്ട് പിൻവലിച്ചു എന്ന് അറിഞ്ഞുകൂടാ. അല്പം ഭരണകക്ഷി പ്രതിപക്ഷ ബന്ധമെല്ലാം അബ്ദുൽ നാസർ മദനിക്ക് ഉണ്ടല്ലോ. അങ്ങനെ 32-ൽ 6 എണ്ണം പിൻവലിച്ചതും കഴിഞ്ഞാൽ ബാക്കി 26 എണ്ണം ഇപ്പോഴും പല കോടതികളിലായിട്ട് കിടക്കുകയാണ് ഇദ്ദേഹത്തെയും കാത്ത്. ഈ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പിടിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിഷ്കളങ്കനായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനെ എല്ലാവരും കൂടെ ചേർന്ന് വേട്ടയാടുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് വസ്തുതകൾ അറിയാൻ കൂട്ടാക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാഞ്ഞിട്ടോ ആണ്. അമിത്ഷായുടെ കാര്യത്തിലൊക്കെ വൈക്കേറിയസ് ലയബിലിറ്റിയാണ് മോദിയുടെയും അമിത്ഷായുടെയും കാര്യത്തിൽ. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി ഇദ്ദേഹമായിരുന്നു, ആ സമയത്ത് മുഖ്യമന്ത്രി ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഈ രീതിയിലാണ് ആ തർക്കം പോകുന്നത്. അതിപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കൊലയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉത്തരവാദിയാണ്, അദ്ദേഹമായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെയുള്ള വൈക്കേറിയസ് കണക്ഷൻസാണത്. അതും ഇതുമായിട്ട് യാതൊരു താരതമ്യമില്ല. ഇദ്ദേഹം ഒരു കാലത്ത് ചെയ്ത കുറ്റങ്ങളെല്ലാം ഓരോ കോടതിയിലായിട്ട് കേരളത്തിൽ കിടപ്പുണ്ട്. അതൊന്നൊന്നായിട്ട് ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യും. ഈ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ അത്ര നിഷ്കളങ്കനാണെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമല്ലോ. എല്ലാ ജഡ്ജിമാർക്കും ഇങ്ങനൊരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകുമോ? അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് തന്നെ പറഞ്ഞല്ലോ, 9 തവണ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തന്നെ നിരസിച്ചു എന്ന്. ആ 9 തവണയും ബെഞ്ചിലിരുന്നവർക്ക് എല്ലാം ഇദ്ദേഹത്തോട് വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തോട് വൈരാഗ്യമോ ഉണ്ടാകുമോ? ഇതൊന്നും വിശ്വസിക്കാൻ സാധ്യമല്ല. വസ്തുതകൾക്ക് വിരുദ്ധമാണ് ഈ പ്രചരണമെല്ലാം. ശ്രീ ഷഹീർ മൗലവി, അത്രമാത്രം നിഷ്കളങ്കനല്ല എന്ന ബോധം ഉള്ളത് കർണാടക സർക്കാരിനോ മറ്റോ മാത്രമല്ല. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും നിലവിലുണ്ട് എന്ന് പറയുന്ന 26 കേസുകൾ ഇതിനൊക്കെയുള്ള തെളിവുകളാണ്. എന്തുകൊണ്ട് 9 തവണയും ജാമ്യനിഷേധം വിവിധ കോടതികൾ നടത്തി എന്നതുമുണ്ട് ആ വാദത്തിന് ബലമേകാൻ അദ്ദേഹം ഉന്നയിക്കുന്നു. പല കോടതിയിലും അബ്ദുൽ നാസർ മഅദനി സാഹിബിൻ്റെ ജാമ്യ അപേക്ഷ വരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് കർണാടക സർക്കാർ ചെയ്യുന്നത്. കർണാടക സർക്കാർ എതിർക്കുന്നതിന് ഒരു കാരണവും കാണുന്നില്ല. ഒരു കാരണമില്ലാതെ വളരെ കർക്കശമായ നിലയ്ക്ക് അഖില ലോക ഭീകരനായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ള നിലയ്ക്ക് എതിർക്കുകയാണ് പ്രോസിക്യൂട്ടർ ചെയ്തിട്ടുള്ളത്. അബ്ദുൽ നാസർ മഅദനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും നീതി ലഭിച്ചിട്ടില്ല, ഇപ്പോഴും നീതി ലഭിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന് വിചാരണയുമായി ബന്ധപ്പെട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു 300ഓളം സാക്ഷികളുണ്ട്. കേവലം 75 സാക്ഷികളെ മാത്രമാണ് വിസ്തരിച്ചിട്ടുള്ളത്. ഈ 4 വർഷം വേണമോ ഈ 300 സാക്ഷികളെ വിസ്തരിക്കാൻ? മഅദനി സാഹിബും അതുമായി ബന്ധപ്പെട്ട ഈ കേസ് മാത്രം കൈകാര്യം ചെയ്യുന്നതിന് ബാംഗ്ലൂരിലെ അഗ്രഹാര ജയിലിലെ ഒരു ഫ്ലോർ പ്രത്യേക ജഡ്ജിയും ഉദ്യോഗസ്ഥന്മാരും സംവിധാനങ്ങളുമുണ്ട്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ കേസ് വിചാരണ നടത്തി പൂർത്തീകരിച്ച് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാവുന്നതാണ്. പക്ഷേ അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് നീണ്ടുപോകുന്നു. 75 സാക്ഷികൾ മാത്രമേ ഇപ്പോൾ വിസ്താരം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള സാക്ഷികളെ കൂടി വിസ്തരിക്കുമ്പോൾ ഈ കണക്കിന് എത്ര വർഷമാണ് മുമ്പോട്ട് കൊണ്ടുപോകുക? നമ്മുടെ സ്വാമി കൃഷ്ണയ്യർ അവറുകൾ പറഞ്ഞതുപോലെ ഈ വിചാരണ തടവുകാരനായി ജയിലിലിട്ട് പീഡിപ്പിക്കുക എന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. അത് തുറന്നു ചെയ്യുന്നത്. അബ്ദുൽ നാസർ മഅദനിയെ പോലെയുള്ള ഇതുപോലെയുള്ള മനുഷ്യന്മാരുടെ നീതി നിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബെയിൽ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു റൂളാണ്. അത് ന്യായമായും കിട്ടേണ്ട, ഒരു പൗരന് കിട്ടേണ്ട ഒരു അവകാശമാണ്. പക്ഷേ എന്നിട്ട് പോലും ഇതുവരെയും ഈ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, അത് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് കർണാടക സർക്കാർ കോടതിയിൽ കൂടുതൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഇന്ന കാരണങ്ങളുണ്ട് എന്നതാണ് ശ്രീ ടി ജി മോഹൻദാസ് വിശദീകരിച്ചത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
ഏതൊരു പ്രാക്ടീസുള്ള ഒരു വക്കീലിനും അറിയാം, ഒരു ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ കോടതി ആദ്യം പ്രോസിക്യൂഷൻ നിലപാടാണ് നോക്കുന്നത്. പ്രോസിക്യൂഷൻ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ കോടതി അവിടെ നോക്കുന്നത്. കർശനമായിട്ടുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷൻ എടുക്കുന്നത്. കർശനമായിട്ട് ജാമ്യത്തിനെ എതിർക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയും കോടതി ആ പ്രോസിക്യൂഷന്റെ കൂടെ തന്നെയാണ് ആ കേസിൽ പോവുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, ബോംബ് സ്ഫോടനമാണ്, ബാംഗ്ലൂർ മാത്രമല്ല ഇന്ത്യയിലെ പല നഗരങ്ങളും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയിട്ടിട്ടുള്ള ഒരു ഭീകരനാണ്, മാത്രമല്ല ബോംബുണ്ടാക്കാനുള്ള ആ കണ്ണിയിൽ പെട്ടേക്കുന്ന ഒരാളാണ്, അതിനകത്തേക്കുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനാണ് ഇദ്ദേഹം എന്നെല്ലാം പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് കോടതിക്ക്, ഏത് ജഡ്ജിക്കായിരിക്കും അത് കൊടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുന്നത്? കാരണം ഒരു പ്രോസിക്യൂഷൻ ഇത്രയും ശക്തമായിട്ട് ഒരാളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഏതൊരു കോടതിയും രണ്ടാമത് ചിന്തിക്കും, ഇദ്ദേഹത്തെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടാകുമോ, രാജ്യത്തിന് വിപത്തുണ്ടാകുമോ, സംസ്ഥാനത്തിന് വിപത്തുണ്ടാവുമോ, ആളുകൾക്ക് വിപത്തുണ്ടാവുമോ, അതുകൊണ്ട് ഇദ്ദേഹം അവിടെ തന്നെ കിടക്കട്ടെ എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഏതൊരു കോടതിക്കും ഉണ്ടാവുന്നത്. ഒരു മനുഷ്യ സഹജമായ ചിന്തയായിരിക്കും ഏതൊരു കോടതിക്കും ഉണ്ടാവുന്നത്. അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കേസിൽ ഇത്രയും നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. 1998 കോയമ്പത്തൂർ തൊട്ട് ഇന്ന് വരെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. കാരണം 9.5 വർഷം ഒരു ആള് ജയിലിൽ കിടക്കേണ്ട, ഒരു വിചാരണ തടവുകാരന് കിടക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പല സമയത്തും അദ്ദേഹം ജാമ്യത്തിന് വേണ്ടിയിട്ട് പല കോടതികളും കയറി ഇറങ്ങിയിട്ടുണ്ടാവും. അന്നും ഇത് തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. 2010 തൊട്ട് 2014 വരെയുള്ള കാലഘട്ടത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ നമ്മുടെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അവർ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഒരു 250 പേജുള്ള വലിയൊരു ബണ്ടിലാണ് അവർ സമർപ്പിച്ചേക്കുന്നത്. അതിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു 250 പേജിൽ 240 പേജും ഇല്ലാത്തതായിട്ടുള്ള വെറുതെ പൊള്ളയായിട്ടുള്ള കുറെ ആരോപണങ്ങൾ മാത്രമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു തെളിവുകളും കൊടുക്കാതെ വെറുതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുള്ള ഒരു ബാണ്ടക്കെട്ടാണ് അവരുടെ കർണാടക ഗവൺമെന്റ് സത്യവാങ്മൂലമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ, ഞാൻ തന്നെ പേടിച്ചുപോയി, ഇത്രയൊക്കെ വലിയ ഭീകരനാണോ ഇദ്ദേഹം എന്നുള്ളത്. പക്ഷേ ഒരു തെളിവുകളുമില്ല, വെറുതെ അങ്ങോട്ട് അടിച്ചു വിട്ടേക്കാണ് ഇദ്ദേഹം ഇന്ന ആളാണ് അന്ന ആളാന്ന് പറഞ്ഞിട്ട്. അതാണ് ശ്രീ ടി ജി മോഹൻദാസ്, താങ്കൾ നേരത്തെ 26 കേസുകൾ ഇപ്പോഴുമുള്ള ആളാണ് അബ്ദുൽ നാസർ മദനി എന്ന് താങ്കളുടെ വാദത്തിന് ബലം നൽകാൻ വേണ്ടി പറഞ്ഞു. 26ന്റെ 3 ഇരട്ടി കേസുകളുള്ള യുവജന സംഘടനാ പ്രവർത്തകരെ ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കാണിച്ചു തരാം. എത്രയോ കേസുകൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മേൽ വന്നു വീഴുന്നു. ശരി, ഇനിയിപ്പോൾ 26ഉം ഗൗരവതരമായ കേസുകളാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് എന്നത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ഈ കേസുകളിലൊക്കെ വിചാരണ നടക്കേണ്ടേ? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സംഗതികൾ അതല്ലേ? എത്രയും പെട്ടെന്ന് വിചാരണ നടത്തുക, അയാൾ കുറ്റം ചെയ്തതാണെങ്കിൽ ശിക്ഷക്ക് അയാളെ വിധിക്കുക, അല്ലെങ്കിൽ വെറുതെ വിട്ടുകൊടുക്കുക. ഇനിയും അത് അദ്ദേഹത്തോട് ചെയ്യാൻ പാടുണ്ടോ ശ്രീ മോഹൻദാസ്? അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിന് ആളെ കിട്ടണ്ടേ? ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 96, 97, 98 കാലഘട്ടത്തിലാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി വന്നത് 2007 or 2009 ആണ്. പിന്നീട് അദ്ദേഹം വീണ്ടും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പുറത്തു പോകുന്നു. ഇടയ്ക്കൊരു 2-2.5 വർഷം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് വളരെ കരുതലോടെ പെരുമാറുന്ന കേരള സർക്കാരുകളായതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഒരു കേസും ലൈവ് ആക്കാനോ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ചില കേസുകൾ ജാമ്യം എടുത്തിട്ടുണ്ടാവാം, എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ ഡീറ്റെയിൽസും വിവരാവകാശ നിയമപ്രകാരവും കിട്ടാനില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഈ അദ്ദേഹം നിഷ്കളങ്കനാണ് എന്ന് ഒരു വശത്തുകൂടെ വാദിക്കുമ്പോൾ ഞാൻ ആ ചരിത്രം ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോവുകയല്ല. ഇന്ന് സുപ്രീം കോടതിയിൽ സംഭവിച്ചതും ഈ പറഞ്ഞ 250 പേജുള്ള ഒരു അഫിഡാവിറ്റ് വായിച്ച് നോക്കിയിട്ട് റീസെൻ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെൻ്റ് അല്ല. ജാമ്യാപേക്ഷയിൽ സാധാരണഗതിയിൽ ജഡ്ജിമാർ അതിൻ്റെ എക്സ്ട്രീം മെറിറ്റിലേക്ക് പോകാറുമില്ല, ആ സാഹചര്യമേ നോക്കാറുള്ളൂ. ഇതിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു 25,000 രൂപ കെട്ടിവെച്ച് 2 ആൾ ജാമ്യത്തിലങ്ങ് വിട്ടാൽ മതിയല്ലോ. ഇത്രയ്ക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ ഇതെല്ലാം കെട്ടിപ്പോക്കി കീറമാറാപ്പാണ് എന്ന് പറഞ്ഞിട്ട് കോടതിക്കൊരു സാധാരണ ജാമ്യം കൊടുത്ത് ഇന്ന് കേസ് അവസാനിപ്പിക്കാം. സുപ്രീം കോടതിയിലെ തലവേദന അവസാനിച്ച് കിട്ടുമല്ലോ. പക്ഷേ സുപ്രീം കോടതി അതിന് തയ്യാറാവാഞ്ഞത് എന്തുകൊണ്ടാണ്? എന്താ കർശനമായ വ്യവസ്ഥകളോടെ മാത്രം 1 മാസത്തേക്ക് മാത്രം ഒക്കെ കൊടുത്തത്? അപ്പോൾ സർക്കാർ പറയുന്നതിൽ മെറിറ്റ് ഉണ്ടോ എന്നുള്ളതല്ല കോടതി പരിശോധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി, അദ്ദേഹം പറയുന്നു എനിക്ക് സുഖമില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ല എന്നാണല്ലോ അതിനർത്ഥം. ആർക്കും നമുക്ക് ഉള്ളിൽ കയറി പരിശോധിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തലകറങ്ങുന്നു എന്ന് പറഞ്ഞാൽ തലകറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇതിൻ്റെ തർക്കം തന്നെ ഒരുപാടായി. ഞാൻ ബില്ല് കൊടുത്തത് ഞാനല്ല, നിങ്ങളാണ്, നിങ്ങളല്ല ഞാനാണെന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത തർക്കങ്ങളായി. അതിൻ്റെ പേരിൽ സുപ്രീം കോടതി തീരുമാനിക്കുന്നത് ശരി, ഒരു മാസത്തേക്ക് ഇദ്ദേഹത്തെ ഒരു ഒബ്സർവേഷനിൽ
ആ ഉത്തരവിൽ തന്നെ കർണാടക സർക്കാരിന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ നിരീക്ഷിക്കാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തെ ഒരു ജയിലിൽ, അകത്തെ ജയിലിൽ നിന്ന് പുറത്തെ ജയിലിലേക്ക് ഒരു മാറ്റം, അതിൽ കവിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതുപോലും ക്രിമിനൽ കേസിൽ ഒരു റിലീഫ് തന്നെയാണ്. അദ്ദേഹം പഴയ മാതിരി ഈ അന്ന് കോയമ്പത്തൂർ അദ്ദേഹത്തിന് സംഭവിച്ചത് ഇതൊക്കെയാണ്, ഈ പുറത്ത് നടന്ന ഈ വിക്രിയകളാണ്. കരുതാങ്കപ്പള്ളിയിലെ അക്രമം, കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ, വേണ്ടാത്ത ഒരു ഹേബിയസ് കോർപ്പസ്, തർജ്ജമ ചെയ്ത് കുറ്റപത്രം കിട്ടണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ 9.5 കൊല്ലം വന്നത്. 9.5 കൊല്ലത്തിൽ 5.5 കൊല്ലം അദ്ദേഹത്തിൻ്റെ സ്വയംകൃതാനർത്ഥമാണ്. പോട്ടെ, അതിവിടെ അദ്ദേഹം ബാംഗ്ലൂർ ആവർത്തിക്കാതിരുന്നാൽ നല്ലത്. പക്ഷേ തുടക്കത്തിൽ അദ്ദേഹം അത് ചെയ്തു. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അറസ്റ്റിന് വഴങ്ങാതെ 10-11 ദിവസം TV ചാനലുകളുടെ മുമ്പിൽ വലിയ പ്രകടനമൊക്കെ നടത്തി. അവസാനം അറസ്റ്റിന് വഴങ്ങിക്കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് കൊല്ലം മജിസ്ട്രേറ്റ് കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു. ഇതൊക്കെ മുമ്പിലുണ്ട്, കോടതിയുടെ മുമ്പിൽ. തീർച്ചയായും ഞാൻ ഇടപെടുകയാണ് ശ്രീ TG മോഹൻദാസ്. സമയക്കുറവുണ്ട്, രണ്ടുപേരിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. വളരെ നന്ദി. ശ്രീ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, വൈകാരികമാകുന്നത് നിയമവ്യവസ്ഥയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗുണമല്ല ചെയ്യുക എന്നത് മുന്നിലുണ്ട്. നിസ്സംഗമാവുകയാണെങ്കിൽ അങ്ങേയറ്റം ക്രൂരമാവുകയും ചെയ്യും. ഏത് നിലക്കാണ് നീതി നിഷേധം അനുഭവിക്കുന്ന മനുഷ്യരെ, അതിപ്പോൾ അബ്ദുൽ നാസർ മദനിക്ക് സംസാരിക്കാൻ ആളുകളെങ്കിലുമുണ്ട്, അതുപോലുമില്ലാതെ പലവിധ മുൻവിധികളുടെ ആൽ അകപ്പെട്ട് നിരവധി ഇരുട്ടറുകളിൽ കഴിയുന്ന ആളുകളെ നീതിയുടെ ഏത് കൈകൾ ഉപയോഗിച്ചാണ് പുറത്തേക്ക് എത്തിക്കുക? വളരെ സങ്കീർണമായിട്ടുള്ളൊരു വെല്ലുവിളിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ എന്ന് പറയുന്നവയും ഉന്നയിക്കുന്നത്. അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി അതിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സിവിൽ സമൂഹത്തിന്റെയും രാഷ്ട്രീയ സമൂഹത്തിന്റെയും മുമ്പിലുള്ള യഥാർത്ഥ വെല്ലുവിളി. ഇവിടെ കരിനിയമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ പലരും ഇപ്പോൾ മാവോയിസ്റ്റുകളായാലും ശരി, മതതീവ്രവാദ പ്രസ്ഥാനങ്ങളായാലും ശരി, അവരെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു, എന്തുകൊണ്ട് അവർ സാമൂഹികമായിട്ട് വിഭജിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്? ഈ രീതിയിലല്ല ഭരണകൂടവും നോക്കുന്നത്. ഭരണകൂടവും പലപ്പോഴും കൂടുതൽ ഹിംസാത്മകമായി മാറുകയാണ്. ഇങ്ങനെ ഹിംസാത്മകമായി മാറുന്നതിന്റെ ഫലമായിട്ടാണ് ധാരാളം, അത് ടാഡ തൊട്ട് പോട്ട തൊട്ട് പിന്നെ പോട്ടോ വന്നു, ഇതൊക്കെ തന്നെ പോട്ടോയ്ക്ക് ശേഷം പിന്നീട് നിയമമായിട്ട് പോട്ട വന്നു. ഈ കാലങ്ങളൊക്കെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയുടെ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, ടാഡയുടെ കാലത്ത് 5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 78,000 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ. അത് കേവലം ഈ പറയുന്ന തീവ്രവാദ നേതാക്കളോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് നേതാക്കളോ നക്സലൈറ്റുകളോ മാത്രമായിരുന്നില്ല. ധാരാളം പത്രപ്രവർത്തകർ, അഭിഭാഷകർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, ഈ രീതിയിലുള്ള ഒരു പാരമ്പര്യമാണ് സമകാലിക ചരിത്രം ഇന്ത്യയുടെ നിയമ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. പിന്നീട് പാർലമെന്റിന് വേണ്ടി വന്നു ഈ നിയമങ്ങളെ റദ്ദാക്കുവാൻ. അന്നും സുപ്രീം കോടതി, നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ടാഡയെ അല്ലെങ്കിൽ പോട്ടയെ ഒക്കെ തന്നെ അതിന്റെ ഭരണഘടനാ സാധുതയെ ന്യായീകരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതി ചെയ്തത് എന്നതുപോലും നമുക്ക് മുമ്പിലുള്ള ഒരു പാഠമാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പാർലമെന്റാണ് പിന്നീട് ഈ കരിനിയമങ്ങളെ ഇല്ലാതാക്കിയത്. ഇത് നൽകുന്ന പാഠവും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇരകൾ പലപ്പോഴും അജ്ഞാതരാണ്. ടാഡയുടെയും പോട്ടയുടെയും കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി 2008 പിന്നീടുള്ള നിയമങ്ങളിലെയും ഇരകൾ പലപ്പോഴും അജ്ഞാതരാണ്. മാവോയിസത്തിന്റെ പേരിൽ, നക്സലിസത്തിന്റെ പേരിൽ, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പേരിൽ കാശ്മീരിലടക്കം ധാരാളം നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റുകൾ മാത്രമല്ല പലപ്പോഴും വ്യാജ ഏറ്റുമുട്ടലുകൾ പോലും ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കണം. അതിന് സ്റ്റേറ്റ് മാത്രം തയ്യാറായാൽ പോരാ, രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും തയ്യാറാകണം. അൽബേർ കാമുവിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള ഏക വഴി ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് സ്വയം സ്വതന്ത്രനാക്കുക, അതിനെ ഒരു റബലിയന്റെ തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് എന്ന്. വളരെ നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. സമയക്കുറവുകൊണ്ട് ഞാൻ ഇടപെട്ടതിൽ എന്നോട് ക്ഷമിക്കണം. വളരെ നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ശ്രീ ഹാരിസ് ബീരാൻ, ശ്രീ TG മോഹൻദാസ്, ശ്രീ ഷഹീർ മൗലവി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.